ഇനി കണ്ടോ, നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ മഹാന്മാര് സഹായിക്കും, അത് സഹായിക്കും, ഇത് സഹായിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനുണ്ട് രസകരമായ ചില വിഷയങ്ങൾ. അതിനിടക്ക് ഒരു വിഷയം പറയാൻ, നബിദിനത്തെ വിമർശിച്ച് അവസാനം ഒരു മൗലവി കണ്ടെത്തി നബിദിനം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. അതാരാന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ കേസറ്റ് കേട്ടപ്പോ വളരെ അത്ഭുതം തോന്നി. അദ്ദേഹം നബിദിനം എന്ന ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അല്ല കൂട്ടരെ, എന്താ നബിദിനം എന്ന് പറഞ്ഞാല്? നബിദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം, നബിയായ ദിനം. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ കഴിക്കേണ്ടത് എന്നാണ്? റമദാനിലല്ലേ? റമദാനിലെ അവസാനത്തെ 10-ലല്ലേ നുബുവത്ത് കിട്ടിയത്? 40-ാം വയസ്സിലല്ലേ നുബുവത്ത് കിട്ടിയത്? അപ്പൊ അതുകൊണ്ട് നബിയായ ദിനം എന്നാണ് റമദാനിലെ അവസാനത്തെ 10-ലാണ്. അതുകൊണ്ട് അന്നാണ് നബിദിനം ആഘോഷിക്കേണ്ടത്. അത് ഞങ്ങളും ആഘോഷിക്കുന്നുണ്ട്. ഇത് വിമർശിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇവിടെ കേസറ്റ് ഇട്ടിട്ട് നിങ്ങളെ നേതാവ് തുറന്നു സമ്മതിച്ചതാണ്. അയാളെ പാണ്ഡിത്യം ഞാൻ ഇവിടെ അറിയിക്കുന്നുണ്ട്. അയാൾ ആരാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അയാൾ പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ അയാളെ കണ്ടോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താ പറഞ്ഞത്? നബിദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം എന്നാണ്. എന്തൊരു അത്ഭുതമാണത്! നിങ്ങൾ നോക്കൂ, ശിശുദിനം എന്ന് പറഞ്ഞിട്ടൊരു ആചാരം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? ശിശുവായ ദിനം. ശിശുവായ ദിനം എന്നാണ് അത് ആഘോഷിക്കുന്നത്. അത് നവംബർ 14. അന്ന് അപ്പൊ ശിശു ഉണ്ടായത്. അതിന് മുമ്പ് ശിശു ഇല്ലേ? ഇയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിവിടെ. ആദ്യ ശിശു ആരാണ്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വാ ബീവിക്കും പിറന്ന കുഞ്ഞല്ലേ ആദ്യത്തെ ശിശു. അതിന്റെ ജന്മദിനം, അതിനെ സംബന്ധിച്ച്, അതിന്റെ ദിനത്തെ സംബന്ധിച്ചല്ലേ ശിശുദിനം എന്ന് പറയാൻ പറ്റൂ എന്ന് വാദിക്കൂലേ ഈ മൗലവി? യഥാർത്ഥത്തിൽ ശിശുദിനം എന്ന് പറഞ്ഞാൽ അയാൾ അർത്ഥം വെക്കൽ ഇങ്ങനെ: ശിശുവായ ദിനം, വികലാംഗ ദിനം എന്ന് കാണാം. എന്താ വികലാംഗ ദിനം എന്ന് പറഞ്ഞാൽ വികലാംഗനായ ദിനം. അതിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതിപ്പോ വികലാംഗൻ പഴയ കാലത്തൊന്നുമില്ലേ? ഈ അടുത്ത കാലത്ത് ആ വികലാംഗന്മാരുണ്ടായത്. സംഗതി ശരിയാണ്, അല്ല വികലാംഗനായത് ഈ അടുത്ത കാലത്താണ്. അതായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത്! ലോക പരിസ്ഥിതി ദിനമായി ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. പഴയ കാലത്തൊന്നുമില്ല ഈ പരിപാടിയില്ലേ? ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം തന്നെ കേട്ടോ. നോക്ക് നിങ്ങൾ, നബിയായ ദിനം. ഇങ്ങനെയാണെങ്കിൽ എത്ര വിഷയത്തെ വിമർശിക്കാണ്ട്. സകാത്ത് കൊടുത്തോ നീ എന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ ഇയാള് പറയാണ്, സകാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വളർച്ച എന്നല്ലേ? വളർച്ച കൊടുത്തോ? അത് കൊടുക്കാൻ പറ്റും? കുടുങ്ങിയില്ല, ഇയാളുടെ കുടുങ്ങിയില്ലേ? എന്തെങ്കിലും ഒന്ന് നടക്കുമോ? ഇയാള് നേരെ അർത്ഥം വെച്ചിട്ട് അതിന്റെ സന്ദർഭത്തോട് യോജിപ്പിച്ച് എന്തോ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. എന്തൊരബദ്ധമാണിത്! ഹജ്ജ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശം ചെയ്തോ? ഉദ്ദേശം എന്ന് പറഞ്ഞ സാധനം ചെയ്തിട്ടില്ല. അപ്പൊ ഉദ്ദേശം ചെയ്തോ എന്നാണ് ഇപ്പൊ ഹജ്ജിനെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്നത്. എന്താണിത് എന്ന് പറഞ്ഞ് ഇയാൾക്ക് വിമർശിച്ചൂടെ? എന്തൊക്കെയാണ് വിമർശിക്കേണ്ടത്? അപ്പൊ നബിദിനം എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? അതിനെ സംബന്ധിച്ചല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തെ സംബന്ധിച്ചല്ലേ ഈ പ്രയോഗം നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നബി എന്നൊരു പ്രയോഗം നടത്താൻ പാടില്ല. നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ കുട്ടിയായിരുന്ന കാലഘട്ടത്തിലെ സംഭവങ്ങൾ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നല്ലേ പറയുന്നത്? പറയാൻ പറ്റുമോ? അത് ആ പ്രയോഗം പറയാൻ പറ്റുമോ? ഇതാണ് ഭാഷാപരമായി അറിവില്ലെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ. ഇത് തന്നെയാണ്. അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകേണ്ടത്. ആർക്കാണ് ഉണ്ടാകേണ്ടത്? മുജാഹിദിന്റെ പണ്ഡിതന്മാർക്ക് തന്നെയാണ് ഉണ്ടാകേണ്ടത്.